അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ദിവസം ഡെക്കാത്തലോണിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ അനുസിന് സ്കേറ്റിംഗ് ഷൂ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നാണ് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സ്കേറ്റിങ്ങിൻ്റെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് അവളെ ഇറക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഹെൽമെറ്റും പിന്നെ കയ്യിൽ സേഫ്റ്റി വെക്കേണ്ട കാര്യങ്ങളും കാലിൽ കെട്ടേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ മേടിക്കാൻ പോവുകയാണ്. നമ്മൾ ആഗ്രഹിച്ചത് പിങ്ക് ഷൂവും പിങ്ക് ഹെൽമെറ്റും ഒക്കെ വേണമെന്നാണ്. പക്ഷെ അവളുടെ സൈസിനൊത്ത വണ്ണമുള്ള ഷൂവോ പിന്നെ ഹെൽമെറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കളറിനനുസരിച്ചുള്ള. അപ്പോൾ ഏകദേശം ആ ഒരു ഷൂവിനോട് മാച്ച് ആയിട്ടുള്ള അവൾക്ക് സൈസ് പറ്റിയ ഹെൽമെറ്റും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ട് നമുക്ക് ഗ്രൗണ്ടിൽ ഇറക്കാൻ പറ്റത്തില്ല. വീഴുവാണെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ട് പറ്റുന്ന സംഭവമാണ്. അങ്ങനെ ഈ സ്കേറ്റിങ്ങിൻ്റെ സെറ്റ് ഫുൾ അടക്കം വെക്കാൻ പറ്റുന്ന ഒരു ബാഗും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ മേടിച്ചു കേട്ടോ. കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നുവാണെങ്കിലും സ്കേറ്റിങ്ങിൻ്റെ ഷൂവും ഹെൽമെറ്റും പിന്നെ കയ്യിലും കാലിലൊക്കെ കെട്ടേണ്ട സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെക്കേണ്ട സംഭവങ്ങളൊക്കെ കൊള്ളുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബാഗാണ്. അത് നമ്മൾ എന്തായാലും പിങ്ക് കളറാണ് ചൂസ് ചെയ്തത്. അത്യാവശ്യം ഈ ബാഗിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ആണ് കേട്ടോ. സ്കേറ്റിങ്ങിൻ്റെ ടയറിനും അതിൻ്റെ ആ ഷൂവിനൊക്കെ നല്ല വെയിറ്റുള്ള സംഭവമാണ്. ഈ ബാഗ് അന്വേഷണൊറ്റയ്ക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ പിടിക്കുമ്പോൾ നമുക്ക് നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ കയ്യിലും കാലിലൊക്കെ വെച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ വെച്ചു, ഹെൽമെറ്റ് വെച്ചു, സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ട് അവൾ ആദ്യമായിട്ട് ഗ്രൗണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കോച്ച് വേറെ കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ആൾ ഇപ്പോൾ വന്നിട്ടില്ലായിരുന്നു. സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ സ്കേറ്റിങ്ങും ഈ പിള്ളേരെയൊക്കെ കാണുന്നത്. 10 ദിവസത്തെ ട്രെയിനിങ് ചെയ്ത പിള്ളേരാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ 10 ദിവസം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പിള്ളേർ ഗ്രൗണ്ടിലൂടെ റൗണ്ട് അടിക്കാനൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അത് കാണുമ്പോഴും നമ്മളത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. റിസ്ക് ഒരു പരിപാടിയാണെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമുക്കും അത്ഭുതം തന്നെയാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈവനിങ് ടൈമിനൊക്കെയാണ് വരേണ്ടത്. നമ്മൾ വരാനൊക്കെ ഇത്തിരി ലേറ്റായി പോയി. കാരണം ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിച്ചേരാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ അവൾക്ക് പ്രോപ്പർ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിലായിട്ട് അവളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റോബിച്ചൻ തന്നെയായിട്ട് അവളെ ഗൈഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഗ്രൗണ്ട് ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ടും പിടിക്കാൻ പറ്റിയ സ്ഥലവും നല്ല ഇതിന് പറ്റിയ ഗ്രൗണ്ട്. നമ്മൾ റോഡിലൊക്കെ ആണെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളെ മുറ്റത്തൊക്കെ കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിൽ അവിടെയും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ടിലാകുമ്പോൾ സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ടിൽ ആദ്യം ഇട്ട് അവളത് പഠിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് അവൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ അടുത്ത ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഇടാവേ. പിന്നെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം അവൾക്ക് ഇത് ഭയങ്കര ആഗ്രഹമായിട്ട് നമ്മൾ പിന്നെ ഒന്ന് ഇടിപ്പിച്ച് ടെറസിൻ്റെ മുകളിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ചെയ്യിപ്പിക്കാൻ നോക്കി കേട്ടോ. പിന്നെ കുറച്ച് സമയം അവിടെ ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ചെറിയ ഷോർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നമോള് നന്നായിട്ട് അത്യാവശ്യം സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറമെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. നമ്മളെ ജോഷ് കൂട്ടുന്ന വട്ടം കറങ്ങി നടക്കുകയാണ്. അവൻ ആകെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ പപ്പയും മമ്മിയാണ് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഏകദേശം അവനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അവന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചൊക്കെ വരും എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അന്നമോൾ എടുത്തിരിക്കുന്ന ഈ എഫേർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അവൾക്ക് പറ്റിയൊരു അടിപൊളി കമൻറ്റും കൂടെ ടൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.